ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ച ദിവസങ്ങളിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത്. മക്കൾക്ക് സ്കൂളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതിനിടയിൽ പോകാനുള്ള കുറച്ച് വീടുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കാലടിയിൽ ഞങ്ങളുടെ മൂത്തമ്മയുടെ വീടുണ്ട് കേട്ടോ, അവിടെ ജസ്റ്റ് ഒന്ന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രീം വേൾഡ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ആ വീക്കെൻഡ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇത്താത്തായും ഞാനൊക്കെ കൂടി പിറ്റേ ദിവസം അമ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ രാത്രി ഡിന്നർ അവിടെ നിന്നായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പൊറോട്ടയും ബീഫൊക്കെ ആയിട്ടൊരു ഗ്രാൻഡ് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇനിയുള്ള പരിപാടികളൊക്കെ ഫുൾ ഷെഡ്യൂൾഡാണ് കേട്ടോ. ഓരോ വീടുകളും കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു 100 ഹോസ്പിറ്റൽ കേസുകൾ ഉണ്ടായിരുന്നു. മക്കളായിട്ട് ഒരാളുടെ കഴിയുമ്പോൾ അടുത്ത ആളുടെ, അങ്ങനെ 100 പ്രശ്നങ്ങളായിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ കൊരട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കല്യാണം സമയം തുടങ്ങി സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഒരു ഇത്തായാണ് കേട്ടോ, കഴിച്ചിത്ത. അപ്പോൾ ഇത്താടെ മോളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങി ഞങ്ങളെ വിളിക്കുന്നതാണ് അവിടെ ചെല്ലാൻ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഗൾഫിലേക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ അവിടെ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ വീട്ടിലൊന്ന് ചെന്നതാണ് കേട്ടോ. ചെന്നത് എന്തായാലും എന്തുകൊണ്ടും നന്നായി, കാരണം ഒരുപാട് സന്തോഷം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ അച്ചാറും വേപ്പില ചമ്മന്തി അങ്ങനെ കുറേ സ്പെഷ്യലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് വീടൊക്കെ അങ്ങനെ നടന്ന് കണ്ടു. അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു വീടും കാര്യങ്ങളൊക്കെ. അൽഹംദുലില്ലാ അവരങ്ങനെ അടച്ചുറപ്പുള്ളൊരു വീട്ടിലേക്ക് കിടക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ അവിടെയും പോയി വീട്ടിൽ കയറി ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് ഉമ്മച്ചീനെയും വീട്ടിലേക്ക് ആക്കി. ഉമ്മായും ഉണ്ടായിട്ടാ കൂടെ. അങ്ങനെ ഞങ്ങൾ പിന്നെയും കളമശ്ശേരിയിലേക്ക് വെച്ച് പിടിച്ചു. ഉച്ചയ്ക്ക് ബീഫ് ഉണ്ടായി, ചെമ്മീൻ ഉണ്ടായി, ചക്ക വലത്തിയതുണ്ടായി, പടവലങ്ങിയ തോരൻ, അങ്ങനെ കുറേ സ്പെഷ്യലുകൾ ഉണ്ടായിട്ടാ. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച് നെടുവന്നൂരാക്കിയിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ. നെല്ലൊക്കെ കൊയ്യുന്ന മെഷീനാണ് കേട്ടോ. ഞാനിത് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് നേരം ഒന്ന് നിർത്തി വീഡിയോ എടുത്തതാണ്. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്, ഇതിൽ കൂടെ പോകാൻ തന്നെ നല്ലൊരു വൈബാണ്. അപ്പോൾ അങ്ങനെ ആ മെഷീൻ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് നേരം ഒന്ന് അവിടെ അങ്ങനെ നിന്നു. നെടുവന്നൂരിൽ നിന്ന് വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ലോകത്ത് എവിടെ പോയാലും നെടുവന്നൂർ വന്ന് നിൽക്കണ ഒരു സുഖം എനിക്ക് ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. നെടുവന്നൂർ ഞങ്ങളുടെ ഒരു വികാരമാണെന്നൊക്കെ പറയാം. എന്തായാലും അവിടെ നിന്ന് മനസ്സോടെ പോന്നു. വീട്ടിൽ വന്നപ്പോൾ നമുക്കൊരു പണിയായിട്ട് ഇതേ ഒരാളിവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. ഒക്കെ എവിടെയോ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ മൂപ്പര് കാട്ടിലെന്തോ ആയിരുന്നു കേട്ടോ, ഫുഡൊന്നും ഇല്ലാതെ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് അവിടെ കിടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേ അതിനെയും പൊക്കിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കായും ഇവിടെ ആയിരുന്നല്ലോ. ഞാൻ വന്ന് കയറിയപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു കേട്ടോ. 2 ദിവസം കൊണ്ട് വീട് 2 ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന ആ സെക്കൻഡിൽ തന്നെ ഞാൻ ക്ലീനിങ് തുടങ്ങി. അല്ലാതെ ഇതിൻ്റെ അകത്ത് എങ്ങനെ കിടന്നുറങ്ങിയെന്ന് ഞാൻ ഇവരോട് ചോദിക്കുകയായിരുന്നു കേട്ടോ, കാരണം അത്ര വൃത്തികേടാക്കി വെച്ചേക്കുമായിരുന്നു. ഇക്കാക്കും അങ്ങനത്തെ കാര്യങ്ങൾക്ക് കെയറിങ് ഇല്ല, പിള്ളേരും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഡിസോർഡറായിട്ട് കിടക്കിയിരുന്നു. അങ്ങനെ ക്ലീനിങ്ങും അടിക്കലും തുടക്കലും ഒക്കെ രാത്രി തന്നെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കിടന്നത്. പിന്നെ ഒരുപാട് ഡ്രസ്സ് അലക്കാനും ഉണ്ടായിരുന്നു. പിന്നെ അലക്കിയതൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ വാഷിംഗ് മെഷീനിൽ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോകാനുണ്ടായിരുന്നു. പോയി വന്നപ്പോൾ ഇത്താടെ വീട്ടിൽ നിന്ന് മന്തി കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും വയറ് കാര്യങ്ങളൊന്നും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഹാറൂനും ഹാസിമിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇക്കാക്ക് കുഴപ്പമില്ല, ഹംദാനും കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങളങ്ങനെ കഴിച്ചില്ല. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഫുള്ള് ഹോസ്പിറ്റലുകൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് ഹോസ്പിറ്റൽ കേസുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാസിമിൻ്റെ സ്പീച്ച് തെറാപ്പിയും എല്ലാ ദിവസവും വൈകിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ പാം ട്രീയുടെ ഫ്രണ്ടിൽ കണ്ടതാണ് ഓണപ്പരിപാടി കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ കാക്കനാട് എയർപോർട്ട് സീപോർട്ട് റോഡിൽ നമ്മളുടെ കിഡ്സ് ക്യാപിറ്റൽ എന്നും പറഞ്ഞിട്ടൊരു കുട്ടികളുടെ ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് തുടങ്ങി ഇവിടെ വരണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും സ്പീച്ച് തെറാപ്പി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കയറിയതാണ് കേട്ടോ. ഞാനും ഹാസിമും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരാൾക്ക് കൂടെ ഫ്രീ ആയിട്ട് കയറാം. കുഞ്ഞിന് 1 hour 499 അങ്ങനെയാണ് കേട്ടോ വരുന്നത്. പക്ഷെ വേർത്താണ് കേട്ടോ.
അടിപൊളിയാണ്. അകത്ത് പിള്ളേർക്ക് പറ്റിയ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ മൂപ്പര് ഈ ഓട്ടോറിക്ഷയുടെ അകത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഫുള്ള് അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു. അവസാനം തിരിച്ച് പോരാൻ നേരത്ത് അത് കാറി കയറ്റാനായിട്ടായിരുന്നു കേട്ടോ ബഹളം. നമ്മുടെ എയർപോർട്ട് സീപോർട്ട് റോഡിൽ സുഡിയോയുടെ മുകളിലായിട്ടാണ് കേട്ടോ അവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ കാണാനും പോകാനും പറ്റാത്തവരാണ്, എറണാകുളത്തുള്ളവരാണെങ്കിൽ നേരെ വിട്ടു, അടിപൊളിയാണ്. അങ്ങനെ ഹാസ്യമായിട്ട് കുറേ നേരം അതിൻ്റെ അകത്ത് ഇരുന്നു കേട്ടോ. ഒരു 1 hour ആണെങ്കിലും അവൻ അത്യാവശ്യം കളിക്കാനുള്ള ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കുറേ കുട്ടികളുണ്ടെങ്കിലും ആളുടേതായിട്ടുള്ളൊരു ലോകത്താണ് കേട്ടോ. ആരായിട്ടും ഫ്രണ്ട്ഷിപ്പ് കൂടണ പരിപാടിയൊന്നുമില്ല. ആൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു റൈഡ് യൂസ് ചെയ്ത് ഇങ്ങനെ നടക്കാമെന്നല്ലാതെ കുട്ടികളുടെ കൂടെ കളിക്കലും കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പീച്ച് തെറാപ്പിയുടെ കൂടെ തന്നെ അവനെ പ്ലേ സ്കൂളിലും നിർബന്ധമായിട്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഓണം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും അവധിയായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വീക്കിൽ അവനെ പ്ലേ സ്കൂളിലും കൂടി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തിരിച്ചിക്കായും പിള്ളേരും കൂടി പോകാമെന്നാണ് കേട്ടോ പ്ലാനിങ്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ലേറ്റായിട്ട് തന്നെ പോവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ ഒരു കഫേ പോലെ ഉണ്ട്. അവിടെ ചെറിയ രീതിയിൽ ഫുഡും സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു ടീയും ഒരു ചിക്കൻ സാൻഡ്വിച്ചൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇക്കായും പിള്ളേരും കൂടി എന്തോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ബിസി ആയിരിക്കും, കാരണം പോകാനുള്ള കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയിൽ ഹാസമിൻ്റെ സ്പീച്ച് തെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കൊണ്ടുപോകണമല്ലോ. അപ്പോൾ പോയി വരൽ നല്ലൊരു പണിയാണ് കേട്ടോ. അതിൻ്റെ തന്നെയായിട്ട് ഒരാൾ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഫുള്ള് ബിസി ആയിരിക്കും കേട്ടോ. ഇവൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തേക്കണതുകൊണ്ട് ഫുള്ള് ബിസി ആയിരിക്കും. അത് മാത്രമല്ല ഈവനിങ്ങിൽ നമ്മളും അവനെ കൊണ്ട് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഫോളോ അപ്പ് ചെയ്യണം. പ്ലേ സ്കൂളിലാക്കിയിട്ട് വേണം അത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് കളമശ്ശേരിയിൽ ഒരു കാർഷികോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഗസ്റ്റ് 26 തുടങ്ങി സെപ്റ്റംബർ 2 വരെ. നമ്മുടെ മന്ത്രി പി രാജീവൊക്കെയാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് പൃഥ്വിരാജൊക്കെയാണ് കേട്ടോ. കാർഷിക ഭക്ഷ്യമേള, കലാവിരുന്ന്, സാഹിത്യ സംഗമം അതൊക്കെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഓർഗാനിക് പച്ചക്കറികൾ മാത്രം അതിൻ്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. തോട്ടത്തിൽ നിന്ന് അടുക്കളയിലേക്ക് എന്നുള്ളൊരു ഇതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ കുടുംബശ്രീ മേളയും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് എല്ലാ ദിവസവും ഗാനമേളയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിത്താരയൊക്കെ വന്നിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം നടന്നിട്ട് ഇതുവരെ നമ്മളത് പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ 132 സ്റ്റോളുകളാണ് കേട്ടോ ഉള്ളത്. കൂടുതലും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം വിശ്വസിച്ച് കഴിക്കാം. നമ്മുടെ ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടായി, തോട്ടത്തിൽ ഉണ്ടായ പ്യുവർ വെജിറ്റബിൾസിൻ്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെയാണ് ഇടയിലും അവിടെ സൈഡിൽ നടക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കപ്പ, കുക്കുംബറൊക്കെ നല്ല ഫ്രഷ് കുക്കുംബർ, എല്ലാം ഫ്രഷ് തന്നെയാണ്. പിന്നെ നെയ്യ്, നല്ല നാടൻ നെയ്യ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന്. നമ്മൾ പ്രോഗ്രാം കാണാൻ പോയെന്ന് രാജലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം, അവരാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല പരിപാടിയായിരുന്നു. ഒരു 10-11 മണി വരെ ഉണ്ടാവും സ്റ്റോളും കാര്യങ്ങളും. അതേപോലെ പ്രോഗ്രാമൊക്കെ ആയിട്ട് അടിപൊളി പരിപാടിയായിരുന്നു. ലാസ്റ്റ് ദിവസം സിത്താരയൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പോകാൻ പറ്റിയില്ല, അന്ന് പോയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പോരുകയാണ് ചെയ്തത് കേട്ടോ. ഈ തിരക്കുകളുടെ ഇടയിൽ നമുക്ക് കിട്ടുന്ന വേറൊരു പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ വർക്കാണ് കേട്ടോ. ഗൾഫിൽ പഠിക്കുന്ന പിള്ളേരുടെ പാരൻസിന് എന്തായാലും മനസ്സിലാവും, വെക്കേഷൻ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അവർക്ക്. അപ്പോൾ ഹംദാൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാനൊന്നും നോക്കൂല. അപ്പോൾ ഹാറൂനാണെങ്കിൽ അത്യാവശ്യം പോസ്റ്റർ മേക്കിങ്ങും സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുക, അങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ എക്സാമിൻ്റെ കാര്യങ്ങളും അതേപോലെ ഈ ഒരു വെക്കേഷൻ വർക്കും കാര്യങ്ങളെല്ലാം വന്ന് കിടക്കുന്നത് അവരുടെ ടീംസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിലാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനതൊക്കെ എടുത്ത് എഴുതി ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഒരു 3 വർക്ക് എന്നുള്ള രീതിയിലാണ് ചെയ്യണത്. അവൻ രാവിലെ തുടങ്ങി രാത്രി വരെ ഫുള്ള് കളിയായിരിക്കും കേട്ടോ. എഴുതുന്ന കാര്യമൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഓരോ ദിവസവും ഇങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർക്കും കാര്യങ്ങളും കൂടി ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടെ. അല്ലെങ്കിൽ ഒന്നും ഫിനിഷ് ചെയ്തിട്ട് പോകണമല്ലോ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യാനും അറിയില്ല, ആൾ നോക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവനാണെങ്കിലും ഒരു സമാധാനം ഉണ്ടല്ലോ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അന്നത്തെ പിറ്റേ ദിവസത്തെ ലഞ്ചാണ് കേട്ടോ. എൻ്റെ കസിൻ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. കടച്ചക്കയൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടായ സമയത്ത് അത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആവിയിട്ടെടുക്കും. എന്നിട്ട് ഇതേപോലെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ഇപ്പം പറിച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടച്ചക്കയൊക്കെ ആ ഒരു സീസൺ ടൈമിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. നമുക്ക് കിട്ടാത്ത സമയത്ത് എടുത്തിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമുക്ക് കുറേ പാക്കറ്റുകൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അതേപോലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് വീണേക്കണതാണ് കേട്ടോ. പിന്നെ ബീഫ് അതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇടിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നും ഇടേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് മസാല പോലെയൊക്കെ ആക്കിയെടുക്കാം. ജസ്റ്റ് വെറുതെ ചൂടാക്കി എടുത്താലും അടിപൊളി തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് അത് എടുക്കുന്നുണ്ട്. പിന്നെ തലേ ദിവസത്തെ കപ്പങ്ങയും പരിപ്പും കൂടി കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പങ്ങ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ലഞ്ച്. കടച്ചക്ക മാത്രമല്ല കേട്ടോ, ചക്കയും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് പച്ചച്ചക്കയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആവിയിട്ടിട്ട് അതും നമ്മളങ്ങനെ ഇത്താത്ത അങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കടച്ചക്കയാണ് കേട്ടോ. ഭയങ്കര രുചിയായിരുന്നു. കടച്ചക്കയൊക്കെ ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞോണം ഒരുപാട് ഉണ്ടായി വീഴുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ അത് കുറേയൊക്കെ വീണ് കിടന്നൊക്കെ പോവും. അപ്പോൾ അത് നശിച്ചു പോവാതെ നമുക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേഷൻ വർക്കുകളുടെ പരിപാടി കാര്യങ്ങളൊക്കെ അതേ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഹാറൂൻ്റെ കണ്ണിലൊരു ഗ്ലാസ് കാണുന്നുണ്ടാവും നിങ്ങൾ. അപ്പോൾ അവന് പവർ കുറഞ്ഞേക്കുവാണ് കേട്ടോ. TV സ്ക്രീൻ ടൈമിങ്ങിൻ്റെ ഭാഗമായിട്ട് 2 പേർക്കും പവർ കുറഞ്ഞു. TVയുടെ അടുത്ത് പോയിരുന്ന് കാണുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് അങ്ങനെ പവർ കുറഞ്ഞതായിട്ട് അറിഞ്ഞത്. അങ്ങനെ 2-3 ദിവസം കണ്ണ് ഡോക്ടറെ അടുത്തും പോകേണ്ട ആവശ്യങ്ങളുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പണി തീരുമ്പോൾ അടുത്ത പണി ഇങ്ങനെ പുറകെ കിട്ടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കണം. അതും ഫാം ടു കിച്ചൺ എന്നാണ് കേട്ടോ പറയുന്നത്. ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഫുഡ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള ഫാം ടു ഫാക്ടറി, ഫാക്ടറി ടു ഷോപ്പ്, ഷോപ്പ് ടു ഹോം. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഒരു വർക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തപ്പി കുറേ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്ത് അതൊക്കെ ഒട്ടിച്ചു. അങ്ങനെ അങ്ങനെ ഒരു സ്ക്രാപ്പ് ബുക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതും സബ്മിറ്റ് ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ ടീംസിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു 3-4 ദിവസം കൊണ്ട് അത്യാവശ്യം അവൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയും ചെയ്യാനുണ്ട്. പക്ഷേ ഹാറൂനെ കൈ കിട്ടുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ പാട്. പിന്നെ അവൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ തീർക്കണം. പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കൂടിയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ടിക്കറ്റ് എടുക്കണം, പിള്ളേർ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അങ്ങനെ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോസ് ഡിലേ ആവുന്നത് കേട്ടോ. നാട്ടിലായതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ ആണല്ലേ. പുറത്തേക്ക് ഇറങ്ങിയാലും എപ്പോഴും തിരക്കും കാര്യങ്ങളും, എല്ലായിടത്തും ഷോപ്പിങ്ങും ഒക്കെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഓണം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.